മതതീവ്രവാദ സംഘടനകളുമായി കോഴിക്കോട് മണ്ഡലത്തിൽ LDF ധാരണയുണ്ടാക്കിയെന്ന BJPയുടെ ആരോപണങ്ങളെ തള്ളാതെ UDF സ്ഥാനാർത്ഥി MK രാഘവൻ. CAA വിരുദ്ധ സമരത്തിൽ മതതീവ്രവാദ സംഘടനകളുടെ വേദിയിൽ പോയിട്ടില്ലെന്നും രാഘവൻ പറഞ്ഞു. BJP നേതാവ് PK കൃഷ്ണദാസാണ് മതതീവ്രവാദ സംഘടനകളുമായി LDF കോഴിക്കോട് മണ്ഡലത്തിൽ ധാരണയുണ്ടാക്കിയെന്ന ആരോപണം ഉന്നയിച്ചത്. മതതീവ്രവാദ സംഘടനകളുടെ ഒരു കൺസോർഷ്യം കേരളത്തിൽ നിലവിൽ വന്നിട്ടുണ്ട്. ഈ തീവ്രവാദ സംഘടനകളുടെ പരിപൂർണ പിന്തുണ കോഴിക്കോട്ട് LDF സ്ഥാനാർത്ഥിക്കാണ്. ഈ ആരോപണങ്ങളെ UDF സ്ഥാനാർത്ഥി MK രാഘവൻ ശരിവെക്കുന്നു. ചില പ്രത്യേക മേഖലയിൽ മാത്രം കരിങ്കയുടെ പേരുള്ള പോസ്റ്ററുകൾ ഈ ധാരണയുടെ അടിസ്ഥാനത്തിലാണ്. ഇത് LDFന് തിരിച്ചടിയാകുമെന്നും MK രാഘവൻ പറഞ്ഞു. ചില കേന്ദ്രങ്ങളിൽ മാത്രം ചില പ്രത്യേക പോസ്റ്ററുകളാണ്. മനസ്സിലായിക്കൊള്ളും. ഇത് LDF സ്ഥാനാർത്ഥിയുടെ ചില പ്രത്യേക പോസ്റ്റർ ചില കേന്ദ്രങ്ങൾ മാത്രമാണ്. ആ കേന്ദ്രം കഴിഞ്ഞാൽ മറ്റു പ്രദേശങ്ങളിൽ ഇത്തരം പോസ്റ്റർ ഇല്ല. കരിങ്ക അപ്പം ഞാൻ പറഞ്ഞത് അതൊക്കെ എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം. അത് CPMന് വലിയ വിനയായി മാറുന്നതിൻ്റെ വിശ്വാസം. അവർ എങ്ങനെയാണ് മേൽക്കൈ നേടാൻ കഴിയുക, ആ മേൽക്കൈ നേടാൻ എന്തെല്ലാം മാർഗം സ്വീകരിക്കണം, അത്തരം തെറ്റായ മാർഗങ്ങൾ സ്വീകരിക്കുന്ന പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. CPMന്റെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയുള്ള സമരം രാഷ്ട്രീയ നേട്ടം ലക്ഷ്യം വെച്ചുള്ളതാണ്. മത തീവ്രവാദ സംഘടനകളുടെ വേദിയിൽ UDF പോയിട്ടില്ലെന്നും രാഘവൻ വ്യക്തമാക്കി. തീവ്രവാദ സംഘടനകളുമായി UDFും ധാരണയുണ്ടാക്കിയെന്ന് BJP നേരത്തെ ആരോപിച്ചിരുന്നു. റിപ്പോർട്ടർ, കോഴിക്കോട്.